ഹലോ ഗൈസ്, അങ്ങനെ പുതിയൊരു വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം. ആസ് യൂഷ്വൽ കണ്ണിന് നേരത്തെ പോകേണ്ട കാരണം രാവിലെ തന്നെ എഴുന്നേറ്റു കേട്ടോ. അങ്ങനെ വെള്ളം കുടിയും സൂര്യനമസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നപ്പം സമയം 6:10. അപ്പോഴത്തേനും മോൾ എഴുന്നേറ്റു. പിന്നെ അവളെയും കൊണ്ടുപോയി ടെറസിൽ കുറച്ച് നേരം നടന്നു. അപ്പോൾ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ടെറസിൽ നടക്കാനൊക്കെ. അപ്പോൾ ഭയങ്കര സന്തോഷമായി അയാൾക്ക്. അങ്ങനെ ഞാൻ വിചാരിച്ചു എന്ന് ചെന്ന് സോയാബീൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നലെ ഞങ്ങൾ കറികൾ വെച്ചിട്ടുണ്ടായിരുന്നു, ചിക്കൻ്റെ ലിവർ. രാവിലത്തെ ഫുഡ് ദോശയുടെ കൂടെ ഞാനിത് അഡ്ജസ്റ്റ് ചെയ്തു. എന്നിട്ട് പിന്നെ ഞാൻ സോയാബീൻ തിളപ്പിക്കാൻ വെച്ചു. ഉപ്പിട്ടിട്ട് നല്ലോണം തിളപ്പിക്കണം, അല്ലെങ്കിൽ ഒരു സ്മെല്ലുണ്ടാവും. അപ്പോഴത്തേനും മോളെ കുളിപ്പിച്ച് സെറ്റാക്കി. അപ്പോൾ അവൾ അവിടെ ഇങ്ങനെ താഴ്ത്തിരുന്ന് കളിക്കുക. അപ്പോൾ മഞ്ഞൾ മേടിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതിൻ്റെ ചെറിയ പാക്കറ്റായിട്ടാണ് ഇപ്പോൾ കളിക്കണത്. അങ്ങനെ സോയാബീൻ തിളപ്പിച്ച് നല്ലോണം വെള്ളത്തിലേക്ക് മാറ്റി നല്ലോണം ഡ്രൈ ആയി പിഴിഞ്ഞെടുക്കണം കേട്ടോ, ഇതേപോലെ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇത് വലിയ സോയാബീനാണ് ഞാൻ വാങ്ങിച്ചതേ. അപ്പോൾ അത് നമ്മൾ ചെറിയ പീസസ് ആക്കും, അല്ലെങ്കിൽ ഇങ്ങനെ വല്ലാണ്ട് ഇങ്ങനെ വലിപ്പമായിട്ട് കിടക്കും. ആക്ച്വലി സോയാബീൻ കട്ട് ചെയ്യുക എന്നുള്ളത് കുറച്ച് വലിയ പണിയാണ് കേട്ടോ. എനിക്ക് ചെറിയ സൈസൊക്കെ കിട്ടും, അത് ഇത്രയും കൂടി ടേസ്റ്റിയാണ്. പിന്നെ നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് അതിലേക്ക് വേണ്ടുന്ന മസാലകൾ. നമ്മൾ നോർമൽ മസാലകൾ, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, പിന്നെ കറിവേപ്പിലയും മുളകും, ഇതെല്ലാം കൂടെ ആ സോയാബീനിലേക്ക് ഇട്ടിട്ട് ഒരു സ്പൂൺ തൈരും കൂടെ ഒഴിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്ത് ഒരു 1 hour മാറ്റി വയ്ക്കണം. അതിൻ്റെ ഫ്ലേവേഴ്സൊക്കെ നല്ലതുപോലെ ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടോ 1 hour മാറ്റി വയ്ക്കാൻ പറയണത്. എന്നിട്ട് അതിന് ശേഷം ഒരു കടായി വെക്കുന്നു. എഗെയിൻ നമ്മൾ തിരുമ്പി മാറ്റി വെച്ചിട്ടുള്ള സോയാബീൻ അതിലേക്ക് ആഡ് ചെയ്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യും. എന്നിട്ട് അത് നല്ലപോലെ ഡ്രൈ ആക്കണം കേട്ടോ. അതിങ്ങനെ ഡ്രൈ ആയി വരും തോറും ഇതിങ്ങനെ ചുങ്ങി വരുന്നത് കാണാം. ചെറിയൊരു ബ്രൗൺ ഷെയ്ഡിലോട്ടൊക്കെ മാറുന്നത് കാണാം നിങ്ങൾക്ക്. ഇങ്ങനെ ഷ്രിങ്കായി വരും, അതിലെ വെള്ളമൊക്കെ വറ്റിയിട്ടേ. അത് കുറച്ചും കൂടി ഒരു ക്രിസ്പിനെസ് വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യാറുള്ളത്. അപ്പോൾ അത് നല്ലതുപോലെ എന്താ പറയുക, ഇടയ്ക്കിടയ്ക്ക് ഇളക്കി അടി പിടിക്കാതെ നോക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോവുകയാണ്. ആക്ച്വലി ഫസ്റ്റ് നമ്മൾ സബോള, തക്കാളി, അതുപോലെ തന്നെ കറിവേപ്പില, പച്ചമുളക് എല്ലാം അരിഞ്ഞ് വയ്ക്കും. എന്നിട്ടൊരു പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് നമ്മുടെ പെരുംജീരകം പൊട്ടിക്കും. നമ്മൾ ഈ നോൺ വെജ് കറികൾ അതുപോലെ തന്നെ ഇങ്ങനത്തെ ഈ കറികളൊക്കെ വയ്ക്കുമ്പോൾ പെരുംജീരകം നല്ലൊരു ഫ്ലേവർ തരും. അതുകൊണ്ടാണ് ഞാനിതിൽ പെരുംജീരകം കൂടുതലും ആഡ് ചെയ്യുന്നത്. എന്നിട്ട് അതിലേക്ക് പിന്നെ ഈ വറ്റൽമുളകും അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്യും. ആദ്യം തന്നെ കറിവേപ്പില ഇടുന്നത് നല്ലതാണ്. ആക്ച്വലി അതിൻ്റെ ഫ്ലേവർ നല്ലോണം ഇറങ്ങും ഈ കറികൾക്കൊക്കെ. അതിന് ശേഷം പിന്നെ നമ്മൾ സബോള വഴറ്റുന്നു. ഈ സബോള വഴറ്റി കിട്ടാനായിട്ട് ഇത്തിരി പാടാണ്. ആക്ച്വലി കുറച്ച് ടൈം കൺസ്യൂമിങ്ങും ആണ്. ലൈക്ക് അത് നല്ലോണം ഡ്രൈ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടേ നല്ലതുപോലെ ടൈം എടുക്കും. ഒരു 10-12 മിനിറ്റ് എങ്ങനെ പോലും എടുക്കും. അപ്പോൾ ഞാൻ നല്ലതുപോലെ അടച്ചു വെച്ച് വേവിക്കും. പിന്നെ മോൾ അവിടെ ഒറ്റയ്ക്ക് നിന്ന് കളിക്കായിരുന്നു, വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാക്കിയില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് നല്ലതുപോലെ വഴറ്റി എടുക്കുകയാണ്. ഇടയ്ക്ക് അടച്ചു വയ്ക്കും, എന്നിട്ട് പിന്നെ ഇടയ്ക്ക് നോക്കും, അങ്ങനെ. എന്നിട്ട് പിന്നെയും ഇതേപോലെ തന്നെ നമ്മൾ നേരത്തെ ആഡ് ചെയ്തിട്ടുള്ള മസാലക്കൂട്ട് നല്ലതുപോലെ ആഡ് ചെയ്തിട്ട് അതിന് പച്ചമണം മാറുന്നത് വരെ ഒന്ന് റോസ്റ്റ് ചെയ്യാം. എന്നിട്ട് അതിലേക്ക് ടൊമാറ്റോസ്, നമ്മുടെ തക്കാളി ആഡ് ചെയ്യുക. തക്കാളി നല്ലതുപോലെ സ്മാഷ് ചെയ്ത് ആഡ് ചെയ്യണം കേട്ടോ, ഇങ്ങനെ നല്ല പേസ്റ്റ് മാതിരി. അതിനുശേഷം ഞാൻ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒരു സ്പൂൺ മാത്രം, ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടി മാത്രമാണ്. അങ്ങനെ അതുപോലെ നല്ലപോലെ ഒരു 2 minutes നല്ലോണം മിക്സ് ചെയ്യാം. അതിനുശേഷം നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ചില്ലേ, ആ സോയാബീൻ അതിലേക്ക് ആഡ് ചെയ്തിട്ട് വീണ്ടും നല്ലതുപോലെ മിക്സ് ചെയ്ത് ഒരു 2 minute അടച്ച് വെച്ച് നല്ലോണം ആവി കയറ്റുക. അപ്പോൾ ഫ്ലേവർ എല്ലാത്തിലേക്കും വരും. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യാം. എന്നിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾക്ക് ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ടായിട്ട് നമ്മുടെ ടൊമാറ്റോസ് ഇല്ലേ, അതിൻ്റെ നടുക്കത്തെ കുരുവും അതുപോലെ തന്നെ വാട്ടറി സബ്സ്റ്റൻസ് ഒക്കെ കളഞ്ഞിട്ട് ആഡ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. എന്നിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇടാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ. അപ്പോൾ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. ബൈ ബൈ.